Okay. All of you mark your attendance, please. Good morning, Miss. Good morning. Anson, turn on your video. Jewel Maria, മോള് വീഡിയോ ശരിക്കും വെച്ച് തല കുത്തിയാ നിൽക്കുന്നത്, തല ചെരിഞ്ഞാ നിൽക്കുന്നത്. ജുവൽ മരിയ. ആൻഷി, turn on your video. Miss, attendance mark ചെയ്യട്ടെ. Yes, yes. Good morning, Miss. Good morning, Miss. Good morning. Good morning, Miss. Good morning. Yeah, good morning to all. Good morning. Good morning. Okay. All of you take new book, that is Sem 2. Chapter number 1, Safety and Home. Safety and Home. Okay. Show me your textbooks. Show me your textbooks. Okay. നിങ്ങളുടെ ബുക്കിന്റെ ഫസ്റ്റ് തുടങ്ങുന്ന എങ്ങനെയാ മക്കളെ? ഒന്ന് കാണിച്ചേ. മാറ്റം ഉണ്ടല്ലോ മിസ്സിന്റെ ബുക്കിൽ നിന്നും. മിസ് പറയുന്നത് അതിന്റെ തൊണ്ട നോക്കിക്കേ. ബി സേഫ് എന്നാണോ സ്റ്റാർട്ട് തുടങ്ങുന്നത്? ബി സേഫ് ആണോ? ഷോമിയർത്ഥം ബി സേഫ് എന്നാണോ? Yeah, good. Listen. Yes. Okay. Yes. Be safe. Okay. Yes. Yes. Accidents happen suddenly. People get hurt in accidents. Sometimes accident can put life in danger. Get started. Yes, yes. Get started. കേട്ടില്ല മകളെ? അതാരാണ്? Raise your hand, please. Raise your hand, please. എന്തായിരിക്കേ? Get started. അതൊരു വർക്ക് എടുപ്പുണ്ടല്ലോ. Circle the things that we should keep in first aid box അല്ലേ? അതല്ലേ? Circle the things that we should keep in a first aid box അല്ലേ മോനെ പറയുന്നേ? Yes or no? Yes or no? Yes. അതിലേക്ക് നമുക്ക് വരാം. Yes. അതിലേക്ക് നമുക്ക് വരാം. Okay. Yes. ഞാനിപ്പം കയറിയതേ ഉള്ളൂ. Okay. Mark your attendance. Anita, turn on your video. Anita, Philip. Okay, good. Accidents happens accidentally, അല്ലേ? So suddenly, അല്ലേ? But അപകടങ്ങൾ സംഭവിക്കുന്നത് പെട്ടെന്നാണ്. അപകടങ്ങൾ സംഭവിക്കുന്നത് പെട്ടെന്നാണ്. People get hurt in accidents. അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് അപകടം സംഭവിക്കും. Sometimes accidents can put life in danger. ചില സമയത്ത് നമ്മളുടെ ആ അപകടം ജീവനെ തന്നെ ഭീഷണിയാകും. We can avoid accidents if we are careful and follow safety rules. Okay. നമ്മൾ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കിക്കോ, ഏത് ന്യൂസ് കേട്ട് നോക്കിക്കോ, അതിൻ്റെ അകത്തൊക്കെ അല്ലേ ഡേ ടു ലൈഫിൽ നമ്മൾ എത്രമാത്രം ആക്സിഡന്റുകളെ കുറിച്ചൊക്കെയാണ് കേൾക്കുന്നത് അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഓ, അത് ആർക്കാണ്ടോ പറ്റിയതല്ലേ, എനിക്കൊന്നും അല്ല, എനിക്കിത് ബാധകമൊന്നും അല്ല അല്ലേ? ബട്ട് റിമെമ്പർ ദാറ്റ് ഇസ് ആൻ ഇൻഫർമേഷൻ ഫോർ us. നമ്മളും ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നമ്മൾക്കും ഇങ്ങനെ സംഭവിക്കാം. അവർ നമ്മൾക്കൊരു വാർണിംഗ് തരികയാണ്. എന്താണ്? വി മസ്റ്റ് ബി വെരി കെയർഫുൾ. നമ്മൾ ഇപ്പോഴുള്ള ഓരോരുത്തരും ഈ ആക്സിഡന്റിന്റെ ന്യൂസിന്റെ കാര്യങ്ങളും മറ്റും കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇത് നമ്മൾക്കൊരു അറിയിപ്പ് നൽകുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, നമ്മൾ പറയില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും അല്ലെ. രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ആക്സിഡന്റിന്റെ കാര്യങ്ങളിലും. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നമുക്ക് അപകടങ്ങൾ പരിക്കുകൾ പറ്റി ഹോസ്പിറ്റലിൽ പോയി വേദന അനുഭവിച്ച് പൈസ ചെലവാക്കി കഷ്ടപ്പാടും എല്ലാം സഹിച്ച് സുഖപ്പെടുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആണ് കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതെല്ലാം അവോയ്ഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അല്ലെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ സുരക്ഷ എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യമില്ല. അവൻ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്, അതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല. ഓക്കെ, നമ്മളുടെ സേഫ്റ്റിയെ കുറിച്ച് നമ്മൾ തന്നെ ബോധവാന്മുള്ളവരായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളെ ഈ ലെസൺ പഠിപ്പിക്കുന്നത് തന്നെ. ഓക്കെ, വി മസ്റ്റ് അവെയർ ഓഫ് ദാറ്റ്. നമ്മളുടെ സേഫ്റ്റി എപ്പോഴും നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എവിടുന്നെല്ലാം നമുക്ക് അപകടങ്ങൾ സംഭവിക്കാമെന്നാണ് അല്ലെ. പല രീതിയിൽ പല സ്ഥലത്തും നമുക്ക് അപകടങ്ങൾ സംഭവിക്കാം. ആദ്യം എന്ത് പറയുന്നത് എന്താണ് കണ്ടോ, അലോ സ്ലിപ്പ് വൈൽ പ്ലേയിങ് ആൻഡ് ഹേർട്ട് ഹിസ് ലെഗ്. കണ്ടോ, കളിസ്ഥലത്ത് തെന്നി വീണ് കാല് മുറിഞ്ഞു. നിങ്ങളൊക്കെ കളിക്കാൻ പോകാറുണ്ടോ? ഇല്ലേ, അഡ്വൈസ് പോന്നേ ഇല്ല കളിക്കാൻ. കൊറോണ ആയതുകൊണ്ട് പുറത്തു പോകത്താണോ? പിന്നെ ഡൊമിനിക് ബിജുവോ? ഉണ്ട്. ഓക്കെ. റാസിയെ മര്യാദ ഇരുന്ന മോന്റെ മുഖം മിസ്സിന് കാണുന്നില്ല. ഓക്കെ, ഗുഡ്. ടെസ മരിയ എന്താ ഒന്നും മിണ്ടാതെ, ആരോ അതിലെ പോകുന്നുണ്ട്, അങ്ങോട്ട് നോക്കിയിരിക്കുക അല്ലേ ടെസക്കുട്ടി? മിസ്സിനെ ശ്രദ്ധിച്ചേ, മിസ് പറയുന്ന കേട്ടെ. ഓക്കെ, അപ്പോൾ ആക്സിഡന്റുകൾ സംഭവിക്കുന്നത് ആക്സിഡന്റലി ആണെങ്കിലും എന്താ ഫാത്തിമ? പേജ് നമ്പർ എത്ര? പേജ് നമ്പർ 124, സേഫ്റ്റി ആൻഡ് ഹോം, ചാപ്റ്റർ നമ്പർ 1. പേജ് നമ്പർ 124, ചാപ്റ്റർ നമ്പർ 1, ന്യൂ സെം ആണ് കേട്ടോ. ഏത് സെക്ഷനാണെന്ന് പറഞ്ഞു തരുമോ? ഏത് സെക്ഷനാണ്? സെം 2 നിങ്ങളുടെ പേൾസിന്റെ ബുക്കല്ലേ? പേൾസിന്റെ ബുക്കിൽ സെം 2, സെം 1 കഴിഞ്ഞു. ഉണ്ടോ? ലേറ്റ് ആയി കയറുന്നോണ്ടല്ലേ ക്ലാസ് ഇടയ്ക്ക് ചെല്ലുന്നത്. നിങ്ങൾ നേരത്തെ തയ്യാറായിരുന്നെങ്കിലോ? ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പേ ക്ലാസ്സിൽ എന്തൊക്കെയാ വേണ്ടതെന്ന് ഓർത്ത് തയ്യാറായിട്ട് വേണ്ടേ കയറാൻ. നമ്മൾ ഫസ്റ്റ് സെമ്മിന്റെ എക്സാം വരെ കഴിഞ്ഞില്ലേ, ഇനി സെക്കൻഡ് സെമ്മല്ലേ എടുക്കണ്ടേ അല്ലേ? അതല്ലേ എടുത്ത് തയ്യാറായിട്ട് വേണ്ടേ ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. പുതിയ ബുക്ക് തന്നെ മിസ് ചെയ്ത് അതിൽ പേൾസ് സെക്കൻഡ് സെം എടുക്ക്. കണ്ടോ മോള് കാരണം എത്ര സമയം പോകുന്നെന്ന്. ഓക്കെ, എവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? സേഫ്റ്റി അല്ലേ. അപ്പോൾ സുരക്ഷയ്ക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കണം. ഓക്കെ, സുരക്ഷിതമായി ഇരിക്കുകയാണ് ഏറ്റവും നല്ല കാര്യം എന്നോർത്തിട്ട് നമ്മൾ കളിക്കാനും പുറത്തിറങ്ങാനും ഒന്നും ചെയ്യാതെ വീടിനകത്ത് അടച്ചിരിക്കുക എന്നല്ല ലക്ഷ്യം. നമുക്ക് ജീവിക്കണം അല്ലേ. എപ്പോഴും അപകടം വരുന്ന വെച്ച് പെരക്കാത്ത തന്നെ കുത്തിപ്പിടിച്ചിരിക്കാൻ പറ്റുവാ? ഇനി വീടിനുള്ളിൽ അപകടം വരൂലേ, അങ്ങനെ നമുക്ക് വീടിനുള്ളിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾക്ക് അപകട സാധ്യതകളെ ഒഴിവാക്കാം, എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള അറിവ് വേണം. ആ അറിവിനെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിക്കുകയും വേണം. ബഹ്റൈൻ ഇവിടെ ശ്രദ്ധിക്കേ. അനീറ്റ, മുഹമ്മദ് ഹുസൈൻ, turn on your video. Okay, so accidents happen suddenly. People get hurt in accident. നിങ്ങൾ കണ്ടിട്ടില്ലേ അപകടം പറ്റി കിടക്കുന്നത്? നിങ്ങൾക്കും കളിക്കാൻ പോകുമ്പോൾ പലതരം അപകടങ്ങൾ പറ്റാറുണ്ട്. ഭാഗ്യത്തിനകത്ത് നിസ്സാരമാണല്ലേ, ഒന്ന് കാലുമുറിയോ കൈമുറിയോ കുറച്ച് ചോര വരുവോ ഒക്കെ ചെയ്യണ്ടോ അല്ലേ? സീരിയസ് ആയി വരാറില്ലല്ലേ? ഗുഡ്. അപ്പോൾ നമ്മൾ എപ്പോഴും അപകടങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണം. ഓക്കെ, we can avoid accidents if we are careful and follow safety rule. നമ്മൾക്ക് ഈ അപകടങ്ങളെ ഒഴിവാക്കാം. എങ്ങനെയാണെങ്കിൽ അനിഹേനെ ആരാ ശല്യപ്പെടുത്തുന്നേ? We can avoid accidents if we are careful and follow safety rule. നമ്മൾ ശ്രദ്ധാലുക്കളും അതുപോലെ എന്താണ് സേഫ്റ്റി റൂൾസ് മെഷർ ഫോളോ ചെയ്യുന്നവരുമാണെങ്കിൽ നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം. ഏതാ വേണ്ടത്? അപകടം പറ്റി പരിക്ക് പറ്റി കരഞ്ഞുകൊണ്ട് ബെഡേ കിടക്കുന്നതാണോ അതോ എപ്പോഴും കളിച്ച് ചിരിച്ച് നടക്കുന്നതാണോ? ഏതാണ് ഇഷ്ടം മക്കൾക്ക്? ഏതാണ് ഇഷ്ടം? ഏതാ മക്കളെ? അല്ലേ, ഹാപ്പി ആയിരുന്നേ. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? we must be very careful. ഇനി ഫസ്റ്റ് ബി സേഫ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ എങ്ങനെയാണ് സേഫ് ആയിരിക്കുക എന്ന് നോക്കാം.
അതല്ലേ നിങ്ങളുടെ പോർഷൻ അത് തന്നെയല്ലേ ഉള്ളത് അല്ലേ? മാറ്റമുണ്ടോ? ഗുഡ്. ഡു നോട്ട് ഹിറ്റ് എനിവൺ ഓർ ത്രോ തിങ്സ് അറ്റ് എനിവെയർ. കണ്ടോ, നമ്മൾക്കെല്ലാം കുട്ടികൾക്കെല്ലാം ഒരു വേണം, ആരെങ്കിലും അടങ്ങി മര്യാദയ്ക്ക് നിൽക്കണേ പുറകിൽ നിന്ന് കൂടി എടുത്താൽ ഉന്തു വെച്ചു കൊടുക്കും അല്ലേ? എന്നിട്ട് അവൻ വീഴുന്ന കാണുമ്പോൾ കൈയൊട്ടിച്ചിരിക്കും. ചില അപൂർവം ചില കുട്ടികൾക്കുള്ള ഒരു രോഗമാണത്. സാധാരണ രീതിയിൽ നിൽക്കാൻ നമ്മൾ കളിക്കുകയാണെങ്കിൽ എന്താണേലും വേണ്ടില്ല, എന്താണ്, പുറകിൽ നിന്ന് ഒരു തള്ളു വെച്ചു കൊടുക്കും. എന്നിട്ട് അവൻ പോയി വീഴുമ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കും. എന്നിട്ട് ഞാൻ വലിയ ഹീറോയാന്ന് ഭാവിക്കും. അത് ശരിക്കും നല്ലതാണോ? ആണോ? മറ്റുള്ളവരെ ദ്രോഹിക്കുക, അങ്ങനെ പറയുന്നതിന് സാഡിസം എന്നാണ് പറയുന്നത് അല്ലേ? മറ്റുള്ളവർക്ക് വേദന പറ്റുമ്പോൾ നമ്മൾ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് സാഡിസമാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിക്കണം. മിസ് കണ്ടിട്ടുണ്ട്, സ്കൂളിൽ നിന്നായാലും മറ്റു പല സ്ഥലങ്ങളിലായാലും വെറുതെ നിൽക്കുന്ന അടങ്ങി നിൽക്കുന്ന പിള്ളേരെ പുറകിൽ കൂടെ പോയിട്ട് തള്ളി ഇട്ടേച്ചിട്ട് ഞാനൊന്നും അറിയില്ലേ എന്ന രീതിയിൽ നിൽക്കുക. തെറ്റല്ലേ ചെയ്യുന്നത്? ഇതാ പറയുന്നു, ഡു നോട്ട് ഹിറ്റ് എനിവൺ. ആരെയും ഇടിക്കാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല. മക്കളെ, ഫ്രീഡം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരുടെ മൂക്കിനടുത്ത് വരെ കൈ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ, മൂക്കെ തൊടാനുള്ള സ്വാതന്ത്ര്യമില്ല. ഓക്കെ, സ്വാതന്ത്ര്യമുണ്ട് നമുക്ക്, പക്ഷെ ആ സ്വാതന്ത്ര്യത്തിന് ലിമിറ്റേഷനും ഉണ്ട്. നമ്മൾ കളിക്കാൻ പോകുമ്പോഴായാലും ക്ലാസ് റൂമിലായാലും വീട്ടിലായാലും എവിടെയായാലും നമ്മളുടെ സ്വാതന്ത്ര്യം മറ്റുള്ളൊരാളുടെ സ്വാതന്ത്ര്യത്തെ, കാരണം നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ വീഴാതെ സേഫായിരിക്കുക എന്നുള്ളത് മറ്റൊരാളുടെ സ്വാതന്ത്ര്യമാണല്ലേ, അതിനെ ഹേർട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും മാന്യമായിട്ട് തന്നെ പെരുമാറാൻ പഠിക്കുക. അത് ത്രോ തിങ്സ് അറ്റ് എനിവെയർ. അതുപോലെ സാധനങ്ങൾ വലിച്ചെറിയരുത് അല്ലേ? നമ്മൾക്ക് ഡസ്റ്റ്ബിൻ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ, പക്ഷെ അവിടെ വരെ പോയി ഇടാന് ഒരു മടി. നമ്മൾ എന്ത് ചെയ്യും? ആരും അറിയാണ്ട് പേപ്പറോ വേസ്റ്റ് ഒക്കെ ചുറ്റുകൂട്ടി താഴോട്ട് അങ്ങ് ഇടും അല്ലേ? ഓർക്കും ആരും കാണുന്നില്ലല്ലോ, ഞാൻ മാത്രമല്ലേ ചെയ്തുള്ളൂ അല്ലേ? എന്താ ഹന്ന വർഗീസ്, അൺമ്യൂട്ട് യുവർസെൽഫ്. Mark your attendance and take SEM number 2, SEM book number 2, first lesson. Okay, late comers, mark your attendance. അതുപോലെ തന്നെ ഇന്നലത്തെ ദിവസം ഏതെങ്കിലും ക്ലാസ്സിൽ ഇൻഫോം ചെയ്യാതെ കയറിയ കുട്ടികൾ, ആബ്സെന്റ് ആയ കുട്ടികളുണ്ടോ? ഇന്നലത്തെ ഏതെങ്കിലും ക്ലാസ്സിൽ ഇൻഫോം ചെയ്യാതെ ആബ്സെന്റ് ആയ കുട്ടികളുണ്ടോ? നോ. ഗുഡ്. ഓക്കെ, ദെൻ ഡു നോട്ട് ഹിറ്റ് എനിവൺ ഓർ ത്രോ തിങ്സ് അറ്റ്. അതുപോലെ സാധനങ്ങൾ എവിടെ അല്ലേ, എസ്പെഷ്യലി ഈ പഴത്തൊലിയൊക്കെ പോലെ സാധനങ്ങളിൽ നമ്മൾ തെന്നി വീണിട്ടുണ്ടെങ്കിൽ നടുവും തലയൊക്കെ അടിച്ചു വീഴും. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മളാണ് വീഴുന്നതെങ്കിലോ? മറ്റുള്ളവർ വീഴുന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് നമ്മളാണെങ്കിലോ അല്ലേ? അവനവന് വേദന പറ്റി കഴിയുമ്പോൾ മാത്രമേ അതിന്റെ വിഷമം മനസ്സിലാവൂ അല്ലേ? മറ്റുള്ളവർക്ക് വേദന പറ്റുമ്പോൾ കാണാൻ നല്ല സുഖമാണ് അല്ലേ? പക്ഷെ അത് സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഒരു സാധനവും വേസ്റ്റ് ബോക്സ് ഇല്ലെങ്കിൽ വേസ്റ്റ് ബോക്സ് കണ്ടുപിടിച്ചറിയണം. പക്ഷെ ഒരു ഗ്രൂപ്പിൽ ഒരു ടീച്ചർ ചെയ്ത എക്സസൈസ് എന്താണെന്ന് ചെയ്യണോ? ഓരോ കുട്ടികൾക്ക് ഓരോ പേപ്പർ കൊടുത്തു. 16 കുട്ടികളെ ഉള്ളൂ, 16 കുട്ടികൾക്ക് ഓരോ പേപ്പർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേപ്പറിനെ ക്ലാസ് റൂമിൽ ഇടാൻ പറഞ്ഞു. ഒരു കുട്ടി ഒരു പേപ്പറല്ലേ ഇടുന്നുള്ളൂ, ഒരു കുട്ടി. അപ്പൊ ഓരോ കുട്ടി ഞാൻ ഒരു പേപ്പറല്ലേ ഇടുന്നുള്ളൂ, ഇത്രയും വലിയ ക്ലാസ് റൂമിൽ ഒരു പേപ്പർ വീണാൽ എന്ത് പറ്റും? അവൻ ആ പേപ്പർ ഇട്ടു. ഇങ്ങനെ 16 കുട്ടികളും ആ പേപ്പർ ക്ലാസ് റൂമിൽ ഇട്ടു. അപ്പോൾ ആ പേപ്പർ ക്ലാസ് റൂമിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. പല തുള്ളി പെരുവെള്ളം എന്ന് പറയല്ലേ? നമ്മൾ വിചാരിക്കും നമ്മളൊരു ചെറിയ പീസല്ലേ ഇട്ടുള്ളൂ, അതിന് ഇത്രയും വലിയ ക്ലാസ് റൂമിൽ ചെറിയ സാധനം വീണാൽ, അല്ല ഇത്രയും ചെറിയൊരു റൂമിൽ, പിന്നെ ഇത്രയും വലിയ സ്ഥലത്തൊരു ഇത്രയും ചെറിയൊരു സാധനം വീണാൽ എന്ത് പറ്റുക? ഇത് ഞാനാ ഇട്ടെന്ന് ആരാ അറിയാ അല്ലേ? അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കും. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ 10 പേര് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് എന്തായി മാറും? നമ്മൾക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്യുക. നമ്മൾ ഒരു വസ്തു, വീട്ടിലായാലും ക്ലാസ്സിലായാലും ഏത് സൊസൈറ്റിയിൽ എവിടെയായാലും നമ്മൾ കാരണം ഒരു മോശം സംഭവിക്കാൻ പാടില്ല. ഓക്കെ, സോ ഒരു സാധനം അവിടെ ഇവിടെയും വലിച്ചെറിയാൻ പാടില്ല, അതിന്റെ പ്രോപ്പർ പ്ലേസിൽ തന്നെ സൂക്ഷിക്കണം. ഓക്കെ, ഇനി ഡു നോട്ട് ക്ലൈംബ് ഓൺ ഡെസ്ക്. ക്ലാസ്സിൽ വന്ന ചില മക്കളുടെ പരിപാടിയാണല്ലേ, ചാടി നമ്മള് കൊരങ്ങൻകുട്ടിയുടെ സ്വഭാവം കാണിക്കും. ഡെസ്ക് എന്തിനുള്ളതാ? ബെഞ്ച് എന്തിനുള്ളതാ? ഓരോ വസ്തുവും അത് വെച്ചിരിക്കുന്നത് അതിൻ്റെതായ ഉപയോഗത്തിന് അല്ലേ? ഡെസ്ക് എന്തിനാ ഉപയോഗിക്കുന്നത് ഹിബ, അല്ല ഫാത്തിമ? ഡെസ്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? ബുക്ക് വെക്കാനും എഴുതാനും അല്ലേ? അതിന് മുകളിൽ ചാടിക്കയറാനാണോ? അല്ല അല്ലേ? ആണോ?
അല്ല. അപ്പൊ ഇനി ആരെങ്കിലും വന്നു, നമ്മുടെ പുതിയ സ്കൂൾ തുറക്കാൻ പോവാണല്ലേ, സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ? ബെഞ്ചും എന്തിനാ ഉള്ളത്? ഇരിക്കാനാണല്ലേ, അതിൽ ചാടിക്കയറാനാണോ? കൗശിക് എവിടാ ശ്രദ്ധിക്കുന്നേ? കൗശിക്, ദീപു, ലിസൺ ഹിയർ. സിനാൻ, ഓക്കെ. മുഹമ്മദ് ടി, turn on your video. Next, use a sharpener to sharpen pencils. അത് നമുക്ക് ഇഷ്ടമുള്ള പരിപാടിയാ അല്ലേ? ഷാർപ്പണർ ഉപയോഗിച്ച് പെൻസിൽ ഷാർപ്പൺ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യും? ഒരു പെൻസിൽ മുഴുവൻ ഷാർപ്പൺ ചെയ്ത് തീർക്കും അല്ലേ? എന്നിട്ട് ഈ ഷാർപ്പൺ ചെയ്തതിന്റെ വേസ്റ്റ് നമ്മൾ എവിടെയാണ് ഇടുന്നത്? വേസ്റ്റ് ക്ലാസ് റൂമിലാണ് എന്താ ചെയ്യുന്നത്? ക്ലാസ് റൂമിൽ ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ടാവും, അവിടെ കൊണ്ട് മാത്രമേ പെൻസിൽ ഷാർപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഇൻ കേസ് ഷാർപ്പൺ ചെയ്യാൻ നിങ്ങൾ ഡസ്റ്റ്ബിൻ കണ്ടില്ലേ, നിങ്ങളുടെ പെൻസിൽ ബോക്സിനകത്തേക്ക് പെൻസിൽ ഷാർപ്പൺ ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് ഷാർപ്പൺ ആയ പെൻസിൽ കൊണ്ടാണ് സ്കൂളിൽ വരേണ്ടത്. സ്കൂളിൽ വന്ന ശേഷം അല്ല ഷാർപ്പൺ ചെയ്യുന്നത്. 2-3 പെൻസിലൊക്കെ, ഓരോ സ്കൂളിൽ ഓരോ നിയമമുണ്ട്, ഷാർപ്പൺ ചെയ്യാൻ അനുവദിക്കാറില്ല. ചില സ്ഥലത്ത് അനുവദിക്കും. അനുവദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മുടെ പെൻസിൽ ബോക്സിലേക്ക് ഷാർപ്പൺ ചെയ്തിടുക, അല്ലെങ്കിൽ ഡസ്റ്റ്ബിന്നിലേക്ക് ഷാർപ്പൺ ചെയ്യുക. അല്ലാതെ ഇരിക്കുന്ന സ്ഥലത്ത് ഷാർപ്പൺ ചെയ്ത് ഇരിക്കുന്ന പരിസരം മുഴുവൻ വൃത്തികേടാക്കുക അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു കുട്ടി മാത്രമല്ല ക്ലാസ്സിലുള്ള, നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പോൾ 30 സ്റ്റുഡൻസ് ഉണ്ട്. 30 സ്റ്റുഡൻസും ഇതുപോലെ ഷാർപ്പൺ ചെയ്തിട്ട് അവരിരിക്കുന്ന സ്ഥലത്ത് അതിന്റെ വേസ്റ്റ് ഇടുക ആണെങ്കിലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഒരിക്കലും പെൻസിൽ ഷാർപ്പൺ ചെയ്യാൻ ഷാർപ്പണറെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വി മസ്റ്റ് പുട്ട് വേസ്റ്റ് ഇൻ ടു ഡസ്റ്റ്ബിൻ, വേസ്റ്റ് ബിൻ. ഓക്കെ. ബി കെയർഫുൾ വൈൽ യൂസിങ് സിസേഴ്സ് ആൻഡ് നീഡിൽസ്. നെക്സ്റ്റ് ഈസ് സിസേഴ്സും നീഡിൽസും ഉപയോഗിച്ച് ശ്രദ്ധിക്കണം. ഇപ്പൊ നിങ്ങൾ 3ാം ക്ലാസ്സിലെ കുട്ടികളായി, ഓക്കെ, യു ക്യാൻ ഹാൻഡിൽ ഓൾ ദീസ് തിങ്സ്. ഉപയോഗിക്കാം, നീഡിലോ സിസേഴ്സോ ഒക്കെ ഉപയോഗിക്കാം. ബട്ട് വെരി കെയർഫുൾ. അത് എത്രമാത്രം നമുക്ക് ഉപകാരം തരുന്നു അത്രമാത്രം അതിലേറെ ഉപദ്രവവും തരും. വിന്യാവിനോയി മോളെ മിസ്സിനെ കാണുന്നില്ല, ഇരുട്ടത്തെ പോലെ ഇരിക്കുന്ന പോലെ. ഗുഡ്. മുഹമ്മദ് ടി, turn on your video. ഓക്കെ. Next, be safe on the playground. Be safe on the playground. Learn and follow the rules of whichever game you play. And that's the first rule. Learn and follow the rules of whichever game you play. നിങ്ങൾ ഏത് കളി, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഗെയിം കളിക്കുകയാണെങ്കിൽ അതിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ചെയ്യണം. നമുക്കൊക്കെ ചെറിയൊരു സ്വഭാവം ഉണ്ടല്ലേ, ഞാൻ ഫസ്റ്റ്, ഞാൻ ആദ്യം ചെയ്യും അല്ലേ, എല്ലാം ഞാൻ മുമ്പേ ആകണം എന്നുള്ളൊരു ഭാവമാണല്ലേ. കുറച്ച് കയ്യൂക്കും ആരോഗ്യം കൂടുതലുണ്ടെങ്കിൽ തട്ടിപ്പറിച്ച്, കിട്ടിയില്ലെങ്കിൽ തട്ടിപ്പറിച്ച് ചെയ്യും, അല്ലെ പേടിപ്പിച്ചിട്ട് ചെയ്യും അല്ലേ. അങ്ങനെ ചെയ്യുന്നത് നല്ല കാര്യമാണോ? നമ്മൾ വീട്ടിലായാലും അതെ, പുറത്തിറങ്ങിയാലും അതെ, എല്ലാം നമുക്ക് മുമ്പിലാവണം. അല്ലാതെ നമ്മൾ ലോ ആൻഡ് ഓർഡർ ഒന്നും അനുസരിക്കില്ല അല്ലെ. എനിക്ക് ഫസ്റ്റ്, ഞാൻ മുമ്പേ, അതൊരിക്കലും നല്ലതല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോവാൻ, നമ്മൾ ബസ് എവിടെ പോയാൽ നോക്കിയോ, നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ആൾക്കാർ വന്ന് ക്യൂ നിൽപ്പുണ്ടാവും. അതിനകത്ത് കുറച്ച് ബിരുദന്മാരെന്ത് ചെയ്യും, അവരെങ്ങനെയും സൂത്രത്തില് എങ്ങനെയെങ്കിലും അവിടെ എവിടെയൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ചെന്ന് വേഗം പോയിട്ട് ടോക്കൺ എടുത്തിട്ട് ഡോക്ടറെ കാണും. അപ്പൊ അവരോർക്കും ഞാൻ ഇത്ര ആൾക്കാരെ പറ്റിച്ചല്ലോ, ഞാൻ വലിയ ഹീറോ ആയെന്ന്. ശരിക്കും അവർ ഹീറോ ആണോ? സീറോയാ അല്ലേ? മറ്റുള്ളവരെ പറ്റിക്കുന്നത് നല്ലതാണോ? അല്ല. നിൽക്കുന്ന ആൾക്കാരുടെ അത്രയും മുഖത്തെ വിഷമം അല്ലേ. അപ്പൊ നാളെ നമ്മളാണ് പറ്റിക്കപ്പെടുന്നെങ്കിലോ, നാളെ നമ്മളാണ് നിൽക്കുമ്പോൾ അപ്പൊ നമ്മളെക്കാളും മിടുക്കം വന്നിട്ട് നമ്മളെക്കാളും മുമ്പേ അവർ ടോക്കൺ എടുത്തു അല്ലെ കാര്യങ്ങൾ സാധിച്ചിട്ട് പോയാലോ, അന്നേരം നമ്മൾ ചമ്മിപ്പോവും അല്ലേ. നമ്മളെക്കാൾ ഏത് കാര്യത്തിൽ മൊത്തം നമുക്ക് കുറച്ചു നേരമൊക്കെ എല്ലാരെയും പറ്റിക്കാം, പക്ഷെ എല്ലാ സമയമൊന്നും എല്ലാരെയും പറ്റിക്കാൻ പറ്റൂല അല്ലേ. സോ എവിടെയായാലും ബി ഡീസെന്റ്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ സ്കൂളിന്റെയും നമ്മുടെ വീടിന്റെയും പേര് പ്രശസ്തമാക്കുന്നത് അല്ലേ. നോക്കുക എത്ര കൾച്ചറോട് കൂടിയാണ് ആ കുട്ടി പെരുമാറുന്നത്. ഈ കുട്ടി ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്, അല്ലെ ഏത് പേരൻസിൻ്റെയാന്ന് ചോദിക്കും അല്ലേ. അങ്ങനെ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് അങ്ങനെയാണ്. അപ്പോൾ എവിടെയായാലും, ഗെയിം കളിക്കുമ്പോഴായാലും എവിടെയായാലും നമ്മളതിന്റെ റൂൾസ് പാലിച്ചിരിക്കണം. ഓക്കെ. ഓവർ സ്മാർട്ട് ആകാൻ ഒരിക്കലും പാടില്ല, അത് അപകടത്തിലേക്ക് ചെന്ന് വീഴും. ഡു നോട്ട് ഹിറ്റ് അതേഴ്സ് വിത്ത് എ ബാറ്റ്, എ ബോൾ ഓർ എനിത്തിങ് വിച്ച് ക്യാൻ കോസ് ഇഞ്ചുറി. കണ്ടോ, ചില സ്വഭാവം ഉണ്ടല്ലേ, മറ്റുള്ളവരെ അടിക്കുക എന്നുള്ളത്.
പ്രത്യേകിച്ച് ചെറിയ പ്രായത്തെ പിള്ളേർക്കുണ്ട് കിട്ടുന്നത് വെച്ച് അടിക്കുക എന്നുള്ളത്, അല്ലേ? ഒരിക്കലും മറ്റുള്ളവരെ അടിക്കാൻ പാടില്ല. ആ അടി നമുക്കിട്ടാ കിട്ടുന്നെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവില്ലേ? ആ അടി നമുക്കാ കിട്ടുന്നെങ്കിൽ നമുക്ക് വേദന ഉണ്ടാവില്ലേ? അതുപോലെ തന്നെയല്ലേ നമ്മൾ മറ്റുള്ളവരെ അടിക്കുമ്പോഴും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല. തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കരുതണം. എനിക്ക് വേദന വരുന്ന പോലെയാണ് അവർക്ക് വേദന വരുന്നത്. എനിക്ക് ഒരു അവസരം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം പോലെ തന്നെയാണ് അവർക്ക് അവസരം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖം ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് തന്നെ പോലെ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കാൻ പഠിക്കണം. അങ്ങനെ അംഗീകരിക്കുന്നവരെയാണ് മറ്റുള്ളവർ അംഗീകരിക്കുക. കൾച്ചറായി പെരുമാറെന്ന് പറയും, ഡീസൻ്റായി പെരുമാറുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഈ എന്താ പറയണ്ടേ, അനുസരണക്കേട് കാണിക്കുന്ന, എനിക്ക് മുമ്പേ എത്തണം എന്നുള്ള രീതി കാണിക്കുന്നവരെ ആരും ഇഷ്ടപ്പെടില്ല. നെക്സ്റ്റ്, അതുപോലെ നമ്മൾ ബാറ്റ് വെച്ചിട്ടോ ബോൾ വെച്ചിട്ടോ ഒരു സാധനം കൊണ്ടും ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അത് കളിക്കാനുള്ള ഉപകരണങ്ങൾ, കളിക്കുക മാത്രം ചെയ്യാണ്. ഡെസ്ക് എഴുതാനും ബുക്ക് വെക്കുവാനും അതിനുപയോഗിക്കുന്നു, ബെഞ്ച് ഇരിക്കാനും ഉപയോഗിക്കുന്നു. അതുപോലെ ബാറ്റും ബോളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിൻ്റെ എന്തിനു വേണ്ടി ഉണ്ടാക്കിയോ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക, അല്ലാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കരുത്. നെക്സ്റ്റ്, വെയിറ്റ് ഫോർ യുവർ ടേൺ അറ്റ് ദ സ്വിംഗ്, അറ്റ് ദ സീസോ, ഇൻഫാക്ട് എവരിവെയർ. കണ്ടോ, വെയിറ്റ് ഫോർ യുവർ ടേൺ, നിങ്ങളുടെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കണം, അല്ലേ? നിങ്ങളുടെ വെയിറ്റ്, അതാണ് മാന്യത എന്ന് പറയുന്നത്. അല്ലാതെ ചാടി കയറി വന്ന്, ഞാൻ പറയാം, നമുക്ക് ഇച്ചിരി കയ്യൊക്കെ വെച്ച് നാക്കിന് ബലമൊക്കെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കാര്യം സാധിച്ചെടുക്കാം. പക്ഷെ അത് നല്ല രീതിയാണോ? കൾച്ചറുള്ള കുട്ടികൾക്ക് പറ്റിയതാണോ? നല്ല സ്കൂളിലും നല്ല വീട്ടിലും ഉള്ള കുട്ടികൾക്ക് പറ്റിയതാണോ? അല്ല, അല്ലേ? അവരവരുടെ ടേൺ കാത്തു സൂക്ഷിക്കുക. അതൊരു കഥയുണ്ട്. ഒരു രാജാവിന്റെ രാജ്യത്ത് ക്ഷാമം വന്നു, ഭക്ഷണം കിട്ടാനില്ല. അപ്പോഴ് രാജാവ് എന്ത് ചെയ്തു? ധാന്യങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. രാജാവ് വന്നിട്ട് ഈ ആളുകൾ ഇത് വന്ന് വാങ്ങുന്നതും നോക്കി നിന്നുകൊണ്ടിരുന്നു. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് ദൂരെ മാറി നിൽക്കുന്നു. ബാക്കി എല്ലാവരും തള്ളി എനിക്കെന്ന് പറഞ്ഞിട്ട് മുമ്പിൽ വന്ന് ചാടിക്കയറി അവനവന്റെ വീതം വാങ്ങിയിട്ട് പോവുക. തട്ടുക്കും തപ്പുകൊണ്ട് കുറെ ധാന്യങ്ങൾ അങ്ങനെ വേസ്റ്റ് ആയി പോകുന്ന ആകെ കൂടെ പ്രശ്നം. പക്ഷെ ഒരു പാവം പെൺകുട്ടി കുറെ മാറി നിന്ന് സ്വന്തം അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. ആദ്യത്തെ ദിവസം അവൾക്കൊന്നും കിട്ടിയില്ല, രണ്ടാമത്തെ ദിവസം അവൾക്കൊന്നും കിട്ടിയില്ല. പക്ഷെ ദൂരെ മാറി നിന്ന് രാജാവ് ഇവരെ ശ്രദ്ധിക്കുന്ന കാര്യം ഇവരാരും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം പിറ്റേ ദിവസം വൈകുന്നേരമായപ്പോൾ രാജാവ് ഭൃത്യനെ വിട്ടു പറഞ്ഞു, ആ പെൺകുട്ടിയെ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ എന്നിട്ട് രാജാവ് ചോദിച്ചു, എന്തുകൊണ്ടാ മോളെ മറ്റുള്ളവർ കാണിക്കുന്നത് പോലെ തിരക്കിട്ട് സ്വന്തം ഭക്ഷണം തിരഞ്ഞെടുക്കാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എന്റെ വിശപ്പ് പോലെ തന്നെയല്ലേ അവർക്കും വിശപ്പ്. അപ്പോൾ അവർക്ക് വിശക്കുന്നതിന് അവരാ ഭക്ഷണം ആദ്യം കഴിക്കട്ടെ, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ ആ ആത്മാർത്ഥത, ആ മനസ്സിനെ കണ്ട് സന്തോഷം വന്ന രാജാവ് അവളെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിലേക്ക് നിയമിച്ച് നല്ല ഉദ്യോഗസ്ഥയാക്കി മാറ്റി ഉള്ള നല്ല സാഹചര്യം കൊടുത്തു. അപ്പൊ എങ്ങനെയുണ്ട്? ഏതാ നല്ലത്? എന്നും പട്ടിണിയായിട്ട് ഈ ധാന്യം വാങ്ങാൻ വേണ്ടി കടിപിടി കൂടുന്നതാണോ, ഇതുപോലെ നല്ലൊരു പോസ്റ്റിലേക്ക് ജോയിൻ കിട്ടി മിടുക്കിയായി വളരുന്നതാണോ? ഏതാ നല്ലത്? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മുടെ നന്മ പ്രവൃത്തികൾ വേറെ ആരും കാണുന്നില്ലെങ്കിലും നമ്മളുടെ സൃഷ്ടിച്ച ഈശ്വരൻ കാണുന്നുണ്ടല്ലേ? എപ്പോഴും ഓർക്കും, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ ആരും കാണുന്നില്ല എന്ന്. പക്ഷെ ഒരാളെങ്കിലും നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ പ്രവൃത്തികളെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് അതിന്റെ ഗുണം കിട്ടും. ക്ലിയർ? ഓക്കെ. അതുപോലെ തന്നെ ഊഞ്ഞാലാട്ടം, അത് സീസോ അല്ലേ, നമ്മൾ സ്കൂളിൽ വരുമ്പോൾ. സോ ആദ്യമേ വന്ന് ഓരോരുത്തരും അവരുടെ അവസരത്തിന്, എല്ലാവരും മാന്യത പാലിക്കുകയാണെങ്കിൽ വഴക്കിന്റെ ഒരു ആവശ്യമില്ല. മാന്യത പാലിക്കാത്ത ചിലരെങ്കിലും ഉള്ളത് കൊണ്ടാണ് ഒരു സ്ഥലത്തും വഴക്കിന്റെ പ്രശ്നം വരുന്നത്. ഓക്കെ. അടുത്ത, ബി സേഫ് ഓൺ ദ റോഡ്സ്. വോക്ക് ഓൺ ദ ഫുട്പാത്ത് ഓർ ഓൺ ദ സേഫ് സൈഡ് ഓഫ് ദ റോഡ്. walk on the footpath or on the safe side of road. ഫുട്പാത്തിൽ നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവുക. റോഡ് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ് അല്ലേ? പക്ഷെങ്കിൽ റോഡിലൂടെ വണ്ടികൾക്കും പോകണം, നമുക്കും പോകണം, അല്ലേ? ഞാൻ എൻ്റെ ഇഷ്ടത്തിൽ നടക്കും, ആ വണ്ടിക്കാർ വേണേ മാറിപ്പോക്കോട്ടെ. എപ്പോഴാ വണ്ടി കടവെക്കുന്നതെന്ന് അറിയില്ല അല്ലേ? ഒരിക്കലും ഫുട്പാത്തിൽ കൂടെ മാത്രമേ, നമ്മുടെ ഫുട്പാത്ത് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നടക്കാനുള്ള വേണ്ടി സ്ഥലം വിട്ടിരിക്കുന്ന ആ വഴിയിൽ കൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ. വണ്ടികൾ പോകേണ്ട വഴിയെ വണ്ടികൾ പോകണം. ഇതുപോലെ തന്നെ എന്തെങ്കിലും സാധനം നമ്മളുടെ കയ്യിൽ നിന്ന് വീണു പോയാൽ ഒരിക്കലും ചാടിപ്പോയി, അത് എത്ര പ്രഷ്യസ് തിങ് ആയിക്കോട്ടെ, നമ്മൾ ചാടിപ്പോയി നടുറോഡിൽ നിന്ന് എടുക്കാൻ പാടില്ല. എപ്പോഴാണ് ഒരു വണ്ടി പാഞ്ഞു വരുമെന്നറിയില്ല, അവർ ബ്രേക്ക് പിടിച്ചാൽ പെട്ടെന്ന് കിട്ടണമെന്നില്ല.
സോ അത് എത്ര വില പിടിച്ച സാധനമാണെങ്കിൽ പോലും ചാടിക്കറി അത് എടുക്കാൻ പോകരുത്. വെയിറ്റ് ചെയ്യണം. അവിടുന്നും ഇവിടുന്നും വണ്ടികൾ വരുന്നുണ്ടോ, സേഫ് ആണെങ്കിൽ നമ്മുടെ കൂടെ വലിയവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞ് അവരെ കൊണ്ട് എടുപ്പിക്കാം. ഇല്ല എങ്കിൽ 100% സേഫ്റ്റി ഉറപ്പ് വന്ന ശേഷം മാത്രമേ ആ സാധനം എടുത്തോളൂ. അല്ലെങ്കിൽ പശുവായ പൊക്കോട്ടെ, നമുക്ക് വേറെ വാങ്ങിക്കൂടെ? അങ്ങനെ പോകുമ്പോൾ നമ്മുടെ ലൈഫാ പോകുന്നെങ്കിലോ, നമുക്ക് അപകടം പറ്റുന്നെങ്കിലോ നമുക്ക് വേറെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? നഷ്ടം ഏതാ കൂടുതല്? ആ ചെറിയ സാധനം പോകുന്നതാണോ നമുക്ക് പരിക്ക് പറ്റുന്നതാണോ? നമുക്ക് പരിക്ക് പറ്റുന്നത്. So be very careful. Cross the road at zebra. എന്താ മക്കളെ സീബ്രയുടെ പേരൊക്കെ പറയുന്നേ? ഒരു മൃഗത്തിന്റെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ടല്ലോ. എന്താ? സീബ്രയുടെ കൂടെ പോണെന്നാണോ? സീബ്രയുടെ കൂടെ പോണാണോ? അല്ല അല്ലേ? സീബ്രയുടെ ബോഡി കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്താ സീബ്ര എന്ന ആനിമലിന്റെ പ്രത്യേകത എന്താ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്സ് ഉണ്ടല്ലേ വെള്ളയില്. ഒരു സംശയം മിസ്സിന്, സീബ്രയുടെ മേത്തെ ആ വര വെള്ളയിൽ കറുത്ത വര വരച്ചാണോ അതോ കറുത്തയിൽ വെള്ള വര വരച്ചാണോ? ഉത്തരം ഉണ്ടോ ആരുടെയും കയ്യില്? അറിയാമോ? സീബ്ര എന്ന ആനിമലിനെ കണ്ടിട്ടില്ലേ? വെള്ളയിൽ കറുത്ത വരച്ച സ്ട്രിപ്പാണോ അതോ കറുപ്പിൽ വെള്ളയാണോ? കറുപ്പിൽ വെള്ള വരച്ചത്. ഉറപ്പാണോ? മിസ് പറയുന്ന അല്ല, വെള്ളയിൽ കറുപ്പ് വരച്ചാന്ന്. ഏതാ ശരി? നമുക്കിപ്പോ അവരോട് തന്നെ പോയി ചോദിക്കേണ്ട വരും അല്ലേ? എന്തെങ്കിലും ഉറപ്പുണ്ടോ? പോട്ടെ, അതെന്തായാലും ആട്ടെ. അത് പറയാൻ കാരണം നമ്മുടെ റോഡിലൂടെ പോകുമ്പോ ഇങ്ങനെ വെള്ളയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രിപ്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അജിത്ത് മോന്റെ വീഡിയോ ശരിയല്ല, തിരിച്ച്. എന്താ അനീറ്റ ഫിലിപ്പ് ലേറ്റ് ആയോ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ? ഓക്കെ, സോ നിങ്ങൾ ഒരു പ്രാവശ്യം മാത്രമേ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓരോ കുട്ടികൾ തന്നെ പല പ്രാവശ്യം. ആകെ 26 പാർട്ടിസിപ്പന്റേ ഉള്ളൂ. 41 ചാറ്റ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീബ്ര ലൈൻ. ഓക്കെ, ദാറ്റ് ഈസ് സീബ്ര ലൈൻ. അപ്പൊ മക്കൾക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലേ? സീബ്ര ലൈൻ. എന്തിനാ ഈ സീബ്ര ലൈൻ വരച്ചു വെച്ചേക്കുന്നത്? നമ്മള് ഡ്രസ്സിനൊക്കെ സൗന്ദര്യം ഭംഗി കൂടാൻ വേണ്ടി ഡിസൈൻസ് വരയ്ക്കുന്ന പോലെ റോഡ് കുറച്ച് മുഹമ്മദ് ടി, വേറെ അറിയോ? വാട്ട് ആർ യു ഡൂയിങ് ദേർ? ഓക്കെ, അമ്മ റോഡിന് ഇച്ചിരി സ്റ്റൈല് കൂട്ടാൻ വേണ്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കളർ കൊടുത്തേക്കുന്നതാണോ? നമ്മൾ ഡ്രസ്സിനൊക്കെ കാണുന്നില്ലേ, നമ്മളെ പൂവൊക്കെ വെച്ച് കൊടുപ്പിക്കും, വരയും കുറിവൊക്കെ വെച്ച് കൊടുക്കും അല്ലേ? എന്തിനാ? ബ്യൂട്ടിഫിക്കേഷൻ ആണല്ലേ? അതുപോലെ നമ്മളെ റോഡിനെ ബ്യൂട്ടിഫൈ ചെയ്താണോ അത്? അനിറ്റയ്ക്ക് ആരാ? അനിറ്റ ഫിലിപ്പിനോട് ആരായിരിക്കുന്നേ? ഓക്കെ, ഇരുന്നോ, ഡിസ്റ്റർബ് ചെയ്യാതിരുന്നാ മതി. ഓക്കെ, സോ അപ്പോൾ അതാണ് സീബ്ര ലൈനിങ്. അതെന്തിനാ നമ്മൾ ഉപയോഗിക്കുന്നേ? വാട്ട് ഇസ് യൂസ് ഓഫ് ദാറ്റ് ലൈൻ? സീബ്ര ലൈന് നമുക്ക് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി സീബ്ര ലൈൻ. ആ റോഡിൽ കൂടെ ഡൊമിനേറ്റ് ബിജു ടേൺ ഓൺ യുവർ വീഡിയോ. നമ്മൾക്ക് റോഡ് ക്രോസ് ചെയ്യാൻ ആ സ്ഥലം ഉപയോഗിക്കാം. അവിടെ വരുമ്പോൾ വണ്ടികൾ സ്ലോ ആകും. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ റോഡ് ക്രോസ് ചെയ്യരുത്. കാരണം നമ്മൾ ഓടി റോഡ് ക്രോസ് ചെയ്താൽ നമ്മളെക്കാളും സ്പീഡ് ഉണ്ടാവും വരുന്ന വണ്ടിക്കല്ലേ? പ്രത്യേകിച്ചും കേവ്സ്, വളവിലെത്തുമ്പോൾ നമ്മൾ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യാൻ പാടില്ല. കാരണം ദൂരെ നിന്ന് വരുന്ന വണ്ടി നമുക്ക് കാണാൻ പറ്റില്ല, ഡ്രൈവർക്കും കാണാൻ പറ്റില്ല. സോ ഒരിക്കലും നമ്മള് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, then cross the road at the zebra crossing. Before crossing, look to your right and then your left and then again to your right. Cross the road when it is clear, when the traffic stops. If there is a subway, use it. Cross the road. Subway ഒന്നും നമുക്ക് ഇവിടെ ഇല്ല, സാധാരണ രീതിയിലുണ്ടല്ലേ? നമ്മുടെ മുകളിൽ കൂടെ പോകാനുള്ള ഫുൾ ഇങ്ങനെ ഓവർ ബ്രിഡ്ജ് എന്നൊക്കെ കാണുന്നില്ലേ? അതിലൂടെയൊക്കെ മാക്സിമം ഉപയോഗിക്കാം. നമ്മൾക്ക് തോന്നുന്ന പോലെ അല്ല മക്കളെ റോഡ് ഉപയോഗിക്കേണ്ടത്. റോഡ് ഉപയോഗിക്കേണ്ടതിന് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓരോ ഗെയിമിനും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. ഓരോ സ്ഥലത്തും, ഓരോ സ്ഥാപനത്തിലും, ഓരോ സ്ഥലത്തും, ഇൻകേസ് നമ്മുടെ വീട്ടിൽ പോലും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഒരു കൃത്യനിഷ്ഠയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കണം.
വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും അത് പഠിച്ചാൽ മാത്രമേ പുറത്തിറങ്ങുമ്പോൾ നമ്മൾക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ അറിയാണ്ട് തന്നെ കുർത്തക്കേട് കാണിച്ചു പോകും. സോ പ്രാക്ടീസ് തന്നെ വേണം, കാര്യങ്ങൾ ചെയ്തു പഠിച്ച്. ഓക്കെ. വൈൽ റൈഡിങ് എ ബൈസിക്കിൾ കീപ് ടു യുവർ ലെഫ്റ്റ് സിഗ്നൽ ബിഫോർ ടേണിംഗ്. മനസ്സിലായല്ലോ? എല്ലാവരും സൈക്കിൾ എടുത്ത് കറങ്ങാൻ പോകുന്നവരല്ലേ? അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ട റാസി? വൈൽ റൈഡിങ് എ ബൈസിക്കിൾ കീപ് ടു യുവർ ലെഫ്റ്റ്. നമ്മുടെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യണം. എപ്പോഴും നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്യണം. സിഗ്നൽ ബിഫോർ ടേണിംഗ്. തിരിയുന്നതിന് മുമ്പ് എന്താ സൈക്കിളിന് സിഗ്നൽ കൊടുക്കാൻ പറ്റുന്ന എന്താ? ബെല്ലടിക്കാമല്ലേ? അപ്പുറം ഇപ്പുറം നോക്കണം, ബെല്ലടിക്കണം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഇപ്പൊ നിങ്ങളോട് സൈക്കിൾ പറയുന്നത്, നിങ്ങൾ ബൈക്ക് ഓടിക്കാനൊന്നും ആയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞ് നല്ല മീശ വെച്ച ചേട്ടന്മാരും സുന്ദരി ചേച്ചിമാരും ഒക്കെ ആയി കഴിയുമ്പം സ്കൂട്ടിയും ബൈക്കും ഒക്കെ എടുത്ത് പറക്കും അല്ലേ? ഇന്ന് സൈക്കിൾ ഓടിക്കുമ്പോഴേ അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും പാലിച്ച് ശീലിച്ചവർക്ക് അന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഈ ശീലം കയ്യിലുണ്ടാവും. ഇല്ലാത്തപ്പം നമ്മൾ എന്ത് ചെയ്യും? ഹീറോ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ പറക്കും, മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ വേണ്ടി. കണ്ടോ ഞാൻ എത്ര സ്പീഡിലാ പറക്കുന്നേ അല്ലേ? അത് വിഡ്ഢിത്തമാണ് കേട്ടോ മക്കളെ. അത് സ്റ്റൈലല്ല, ചെത്തലല്ല. നമ്മുടെ പുതിയ ഭാഷ പറഞ്ഞാൽ ചെത്ത് അല്ലേ? ചെത്ത് സ്റ്റൈലാന്ന് പറയാം അല്ലേ? അത് ചെത്ത് സ്റ്റൈലല്ല കേട്ടോ. അത് അപകടം വരുത്തി വരുത്തുന്ന വിഡ്ഢിത്തം എന്നാ പറയേണ്ടത്. ഓവർ സ്പീഡിൽ പോകുന്ന ആരെ കണ്ടാലും മനസ്സിൽ നിങ്ങൾ ഓർത്തോ, വിഡ്ഢിത്തം കാണിക്കുന്നവർ ഓർത്തോളുക. ഓക്കെ. ഒരു സ്ഥലത്ത് ചെല്ലാൻ നമ്മൾ 5 മിനിറ്റ് ലേറ്റ് ആയി ചെന്നാൽ അതാണ് എന്താ റാസി കൈ ഉയർത്തിയേ? വാട്ട്സ് ദ റീസൺ? അൺമ്യൂട്ട് യുവർസെൽഫ്. അന്ന് നമ്മ വരുമ്പോ അവിടെ ഇത് സ്റ്റെൻഡിങ് ആക്കിയാലും പെട്ടെന്ന് രണ്ടാളും പിടിച്ച് മോൻ പറയുന്ന മിസ്സിന് ക്ലിയർ അല്ല. അടങ്ങി നിന്ന് പറ. കസേരയിൽ ഇരുന്ന് ആടാതെ സ്ട്രെയിറ്റ് ഇരുന്നിട്ട് പറ. മോൻ അങ്ങനെ ഷെയ്ക്കായി പറയാൻ കൂടെ കിട്ടൂല. ക്ലിയർ അല്ല മോനെ. മാർക്കറ്റിൽ നിന്ന് വരുമ്പോ ആടെ ഒരാള് സ്റ്റണ്ടിങ് ചെയ്യുന്നുണ്ടായിനി. ആണോ? രണ്ടാളും സ്റ്റണ്ടിങ് ചെയ്യുന്നു. തിരിച്ചു അതില് രണ്ടുണ്ടായിനി. അത് കണ്ടപ്പോ ഒന്ന് സ്റ്റണ്ടിങ്, ഒന്ന് ഓടിക്കുന്ന ആളും ഒന്ന് ഇച്ചിരി പാവപ്പെട്ട ആൾക്കാരെ ഇടിച്ചവർ. ഓക്കെ. അത് കണ്ടപ്പോ മോൻ എന്താ തോന്നിയേ? അവരും എനിക്ക് ഇടിച്ച് ആ ഓടിച്ച ആൾക്കും തല ഇടിച്ച് ചോരയിൽ വന്ന് മറ്റവര് നേരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി. അതെ. അത് കണ്ടപ്പോ മോൻ എന്താ തോന്നിയേ? നല്ലതായിട്ടാണോ തോന്നിയേ? കരച്ചില് വന്നു. അപ്പൊ അത് മോശം കാര്യമല്ലേ? അത് വിഷമം വന്നല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലേ? ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഓരോ കാര്യങ്ങൾ ഓരോ കാര്യങ്ങളും നമ്മളുടെ മുമ്പിൽ നടക്കുന്നത് അതിൽ നിന്ന് നമ്മൾ അനുഭവം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. കേട്ടല്ലോ? ഓരോ കാര്യങ്ങളും നമ്മൾ അറിയുന്നതും കേൾക്കുന്നതും ഒക്കെ നമ്മൾക്ക് അനുഭവം വരാൻ വേണ്ടിയിട്ടാണ്. അതിൽ നിന്നും നല്ലതിനെയും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കി നല്ലതിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഓരോ സംഭവങ്ങളും. പത്രത്തിലുള്ള വാർത്ത, എന്ത് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അതിനെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വിലയിരുത്തണം. എന്നിട്ട് അതിൽ തെറ്റിന്റെ അംശമുണ്ടെങ്കിൽ അത് തിരുത്തുക, നന്മയുണ്ടെങ്കിൽ സ്വീകരിക്കുക. ഉണ്ടല്ലോ? അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇപ്പൊ ചെറിയ കുട്ടികളാ, പേരൻസിന്റെയും മറ്റുള്ളവരുടെയും ഗൈഡൻസിലാണ് നിങ്ങൾ ജീവിക്കുന്ന, പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സ്വയം ജീവിക്കാനുള്ള ഒരു സാധ്യത എത്തുമ്പോൾ നിങ്ങൾക്ക് അവസരങ്ങൾ കൂടും. അവസരങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓർക്കുക, നിങ്ങളെ സംരക്ഷിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. കൂടുതൽ ഷോ ഓഫ് കാണിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ കയ്യടി നേടാൻ വേണ്ടി, മിടുക്കനാണെന്ന് കേൾക്കാൻ വേണ്ടി നമ്മൾ അധികം എന്താ പറയാ റിസ്ക് എടുക്കാൻ പാടില്ല. ഓക്കെ. ഒരിക്കലും നമ്മുടെ സുരക്ഷ കൈവിട്ടിട്ടുള്ള കളികൾ അല്ലെ? ആൺപിള്ളേർക്കാണ് പ്രത്യേകിച്ച്. ബൈക്കൊക്കെ കിട്ടിക്കണ്ടാൽ പിള്ളേര് പോകുന്ന കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് കൈവച്ചോ എൻ്റെ ഈശ്വരാന്ന് വിളിച്ചു പോകും. അങ്ങനത്തെ പറക്കലാണ് പറക്കുന്നത് അല്ലേ? അപ്പൊ നമ്മുടെ മക്കൾ, നിങ്ങൾ വലുതായി കഴിയുമ്പോൾ അങ്ങനെ ചെയ്യുമോ? ചെയ്യല് വിഡ്ഢിത്തമാണ് കേട്ടോ. നമ്മുടെ ജീവനാ ഏറ്റവും വലുത്. ഈ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും ജീവനുള്ള വസ്തു നമുക്ക് നമ്മുടെ ജീവൻ തന്നെയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടെ ജീവൻ വലുതാണ്. നമ്മൾ കാരണം നമ്മളുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരിക്കലും വിഷമം വരാൻ പാടില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. ക്ലിയർ?
അപ്പൊ സൈക്കിൾ ഓടിക്കുന്ന കാര്യത്തെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്. ഇത് അതുകൊണ്ടാണ് മിസ് ബൈക്ക് ഓടിക്കുന്ന കുറെ അല്ലേ. പിന്നെ നിങ്ങൾ വലിയ വലിയ ചേട്ടന്മാരായിരിക്കാൻ പറ്റുമ്പോ മിസ് ചിലക്ക് കണ്ടെന്നിരിക്കത്തില്ല അല്ലേ. സോ അതുകൊണ്ട് മിസ് ഇപ്പോഴേ പറയുന്നത്. അടുത്തത്, ഡു നോട്ട് ഗെറ്റ് ഇൻ ടു ഓർ ഗെറ്റ് ഓഫ് എ മൂവിങ് ബസ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം, ബസ്സിൽ നിന്നും വാഹനത്തിനും നമ്മൾ ചാടി ഇറങ്ങല്ലേ. ചിലര് അല്ലേ മെഹറിൻ എന്തോ കയ്യിൽ പിടിച്ച് കളിക്കുന്നുണ്ടല്ലോ അല്ലേ. നമ്മൾ അങ്ങനെയാണല്ലേ. ബൈക്കോ അല്ലെങ്കിൽ ബസ്സോ ഒന്നും കംപ്ലീറ്റ് സ്റ്റോപ്പ് ആവാൻ നമ്മൾ നിൽക്കൂല. എനിക്ക് നല്ല ശക്തിയല്ലേ, ചാടി ഇറങ്ങി കാണിക്കും അല്ലേ. എപ്പോഴാ മൂക്കും കുത്തി വീഴുന്നെന്ന് അറിയില്ല. പിന്നെ മുഖത്തിന്റെ ഷേപ്പ് എന്തായിരിക്കും, ഷേപ്പ് എന്തായിരിക്കും? ഞങ്ങളുടെ ഒരു ബന്ധു കുറച്ച് പ്രായമാണ്, അയാളുടെ മിസ്റ്റേക്ക് അല്ല. അയാള് ബസ്സിൽ നിന്ന് ശരിക്കും ഇറങ്ങുന്നതിന് മുമ്പ് ബസ് വിട്ടുപോയി. എന്നിട്ട് അയാൾ പോയി വീണത് മെറ്റൽ, റോഡ് പണിയാൻ വേണ്ടി മെറ്റൽ കൂട്ടിയിടുന്നില്ലേ, മെറ്റൽ കൂട്ടിയിട്ടതാണ് പോയി വീണത്. അങ്ങനെ പോയി വീണത് അടിച്ചിടാൻ ശേഷം അയാൾക്ക് എണീറ്റ് നടക്കാൻ പറ്റിയിട്ടില്ല. ഒരേ കിടപ്പായി പോയി, കിടന്ന് തന്നെ മരിച്ചു പോവുക ചെയ്തത്. ഒരിക്കലും നമ്മൾ ബസ്സിൽ എപ്പോഴും മൂവ് ചെയ്യുന്ന ഒരു വാഹനം കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയ ശേഷം മാത്രമേ അതിൽ നിന്ന് ഇറങ്ങാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അവരോട് പറയാം, നിർത്താൻ പറയുക. ഓക്കെ. ഇപ്പൊ നമ്മുടെ അല്ലേ ബസ്സുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ സുരക്ഷയെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കണം. ആരും നമ്മളെ നോക്കാനുണ്ടാവില്ല. നമ്മൾ തന്നെ നമ്മളുടെ ശ്രദ്ധ, നമ്മുടെ സുരക്ഷയെക്കുറിച്ച് ബോധവാന്മാരാവണം. നെക്സ്റ്റ്, ഡു നോട്ട് പുട്ട് യുവർ ഹെഡ് ഓർ ആംസ് ഔട്ട് ഓഫ് ദ മൂവിംഗ് വെഹിക്കിൾ. പിന്നെ ഉണ്ടല്ലേ തല പുറത്തിട്ടുണ്ട്. നമ്മളെ ചില മക്കൾക്കുണ്ട്, ബസ്സിലായാലും വേറെ ഏത് വാഹനത്തിലായാലും പോകുമ്പം എന്താണ് പ്രവൃത്തി ചെയ്യുക, തലയിട്ടിട്ട് പുറത്തെന്നാ കാണുന്നത് നോക്കുക. എപ്പോഴാ തല പോയിട്ട് നമ്മുടെ പോസ്റ്റിനോട്ട് പോയിട്ട് ഇടിക്കുന്നത് പറയാൻ പറ്റൂല അല്ലേ. തല പോയി പോസ്റ്റിനോട്ട് ഇടിച്ചാൽ പിന്നെ ആ മുഖം കാണാൻ എന്തൊരു രസമായിരിക്കും. ബാക്കി ഉണ്ടാവുമോ? ഒരിക്കലും. അതുപോലെ കൈയായാലും മുഖമായാലും തലയായാലും ഒന്നും ഓടുന്ന ബസ്സിൽ നിന്ന് ഒരിക്കലും ബസ്സിലെ ഏത് വാഹനത്തിലായാലും പുറത്തോട്ട് നോക്കാൻ പാടില്ല. കാഴ്ച കണ്ടില്ലെങ്കിൽ കണ്ടില്ലെന്നല്ലേ ഉള്ളൂ അല്ലേ. അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ തലയിൽ ബാൻഡേജും കെട്ടി കിടക്കണോ? വേണോ? കിടക്കാൻ ബാക്കി ഉണ്ടാകുമോ? ഇല്ല അല്ലേ.